പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഒരു ആലു പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനെന്തൊക്കെ വേണ്ട സാധനങ്ങളാണ് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഞാനിവിടെ 5 ആലു പൊറോട്ട അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയണത്. നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണം വെച്ചെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസിൽ കുറച്ച് കൂടുതൽ സാധനങ്ങൾ എടുക്കുക. 2 സബോള, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. 2 തക്കാളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ക്യാരറ്റ്, 2 തണ്ട് കറിവേപ്പില, 5 ഉരുളൻകിഴങ്ങ് വേവിച്ചുടച്ച് വെച്ചത്, പിന്നെ അതിലേക്കുള്ള പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്, കുറച്ച് ഉഴുന്നും വേണം. ആലു പൊറോട്ട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഗോതമ്പ് പൊടിയാണ്. അതിൽ ഇപ്പോൾ ഇവിടെ എടുത്തെടുക്കുന്നത് 250 ഗ്രാം കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തെടുക്കുന്നത്. അത് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. അത് കാണിക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്കത് കുറേശ്ശെ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. മാവ് അധികം ലൂസായിട്ട് കുഴയ്ക്കാൻ പാടില്ല. കുറച്ച് ഫില്ലിംഗ് ഒക്കെ നിറച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ടൈറ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. എന്നാൽ അധികം ടൈറ്റ് ആവാനും പാടില്ല, നല്ല ലൂസാവാനും പാടില്ല. ആ ടൈപ്പിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നുകൂടി കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി കുഴച്ച് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് വയ്ക്കാം. ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് പരത്തിയിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാം. നമുക്ക് ആലു പൊറോട്ടയുടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. അടുപ്പ് കത്തിച്ച് പാൻ വയ്ക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അടുത്തത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ടത് ഒന്ന് വാടുന്ന വരെ വഴറ്റുക. അത് ഇഞ്ചിയും വെളുത്തുള്ളിയും വാടി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് സബോള അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുക്കുക. 2 പച്ചമുളക് നുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തരി ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റുക. അതൊക്കെ വഴന്ന് വന്നിട്ട് നമുക്ക് അടുത്തത് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക.
ഇതിൻ്റെ മുകളിലെ കുട്ടിയാണ്, അവളുടെ പേര് അനുസരിയാണ്. അവൾക്ക് ആലു പൊറോട്ട നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾക്കാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത്. നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുക. അടുത്തത് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പൊടികളൊക്കെ പച്ചമണം മാറി നമുക്ക് അതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക. നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞങ്ങൾ ഗരം മസാല വീട്ടിൽ വറുത്ത് പൊടിച്ച് എടുത്തതാണ്. അപ്പോൾ ആ പൊടിച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് പച്ചവെള്ളം തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് അതിലേക്ക് ഉഴുന്ന് വറുത്തിട്ട് ആ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് ഉഴുന്നിട്ട് കൊടുക്കുക. ഉഴുന്ന് വറുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആലു പൊറാത്തയ്ക്ക് ആവശ്യമുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് ഫില്ല് ചെയ്ത് പരത്തിയെടുക്കുന്നതെന്ന് നോക്കാം. നമുക്കത് പരത്തുന്നത് കാണാം. അതിലേക്ക് ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുക്കുക. മസാല മാവ് പരത്തിയതിൻ്റെ നടുക്കിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടത് ഒരു ഉരുള പോലെ ആക്കിയെടുക്കുക. ഉരുള പോലെ ആക്കി എടുത്തിട്ട് നമുക്കത് ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ പരത്തിയെടുക്കാം. നമ്മളത് അങ്ങനെ എല്ലാതും പരത്തി കഴിഞ്ഞു. നമുക്കത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഗ്യാസ് കത്തിക്കുക. ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓരോന്നായിട്ട് ഇടുക.
അപ്പോൾ പാൻ ചൂടായിട്ട് നമുക്ക് ഓരോന്ന് ഇട്ട് ചുട്ടെടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചിടാം. ഈ സൈഡിലും കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണം. മൊരിഞ്ഞ പോലെ ആയി വന്നിട്ട് നമുക്കത് പാത്രത്തേക്ക് മാറ്റാം. അടുത്തതും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. ചുട്ടെടുത്ത് രണ്ട് സൈഡും എണ്ണ തേച്ച് തിരിച്ച് മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗം വേവുന്ന വരെ വേവിച്ചെടുക്കാം. അപ്പോൾ അതും ആയി വന്നിട്ട് നമുക്കിനി എല്ലാതും ചുട്ടെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു ദിവസം കാണാം.